പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 16 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അതറിയാൻ ശ്രമിക്കൂ. അതെപ്പോഴും നമ്മുടെ നോളജ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 16 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 6 month ഡെഡ് ലൈൻ ഫോർ ട്രയൽ ഇൻ ചൈൽഡ് ട്രാഫിക്കിംഗ് കേസ്. കുട്ടികളെ കടത്തുന്ന കേസുകളിൽ വിചാരണ നടത്താൻ 6 മാസത്തെ സമയപരിധി. ഏത് കോടതിയാണ് കുട്ടികളെ കടത്തുന്ന കേസുകളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 6 മാസത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഏത് ഡിവിഷൻ ബെഞ്ച് ആണ് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇറക്കിയിട്ടുള്ളത്? കൂടാതെ തന്നെ ഒരു കുട്ടിയെ ഒരു ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെതിരെ ഉണ്ടാകുന്ന ആക്ഷൻ എന്താണ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 15 കീഴ്ക്കോടതികളോട് കുട്ടികളെ കടത്തുന്ന കേസുകളിൽ വിചാരണ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഏത് കോടതിയാണ് നിർദ്ദേശിച്ചത്? സുപ്രീം കോടതി. ഏപ്രിൽ 15, അതായത് ഇന്നലെ, സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുള്ള ഒരു ഓർഡർ ആണ്, ഒരു ആവശ്യപ്പെട്ട ഹൈക്കോടതിനോട് ഇറക്കിയിട്ടുള്ള ഓർഡർ ആണ്. അതായത് ലോവർ കോർട്ടുകളിൽ, കീഴ്ക്കോടതികളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ കേസുമായി ബന്ധപ്പെട്ട് 6 മാസത്തിൽ കൂടുതൽ ഇനി സമയം നൽകാൻ സാധിക്കില്ല. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ട്രയൽ വിചാരണ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഓർഡർ നൽകിയിട്ടുള്ളത് സുപ്രീം കോടതിയാണ്. ഏപ്രിൽ 15 കുട്ടികളെ കടത്തുന്ന കേസുകളിൽ വിചാരണ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതിയുടെ ഏത് ബെഞ്ചാണ് ഹൈക്കോടതികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ച്. ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ ഇവർ രണ്ടുപേരും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ്. ഇവരടങ്ങുന്ന ഒരു ബെഞ്ച് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട തട്ടിക്കൊണ്ടുപോകുന്ന ആ കേസുമായി ബന്ധപ്പെട്ട് 6 മാസത്തിൽ കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല. അതിനുള്ളിൽ തന്നെ അതിൻ്റെ വിചാരണ നടക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് മോഷ്ടിച്ചാൽ എന്തായിരിക്കും നടപടി? ആശുപത്രി ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. ഒരു ഹോസ്പിറ്റലിൽ നിന്നൊരു കുട്ടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൻ്റെ അനാവസ്ഥ മൂലമാണെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം. അതനുസരിച്ച് ആ ഹോസ്പിറ്റലിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ, അതായത് 2025 ഏപ്രിൽ 15 പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു ഓർഡർ പ്രകാരം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മാഗ്നസ് കാൾസൺ ക്ലിഞ്ചസ് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം 2025. മാഗ്നസ് കാൾസൺ 2025 ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം നേടി. ഇതും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം മാഗ്നസ് കാൾസൺ ആരാണെന്നും ചെസ്സിൽ തന്നെ നിരവധി പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള വ്യക്തിയാണ് മാഗ്നസ് കാൾസൺ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 14 ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം 2025 നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. 2025 ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ഇന്റർനാഷണൽ പ്രൊഫഷണൽ താരമാണ് മാഗ്നസ് കാൾസൺ. നോർവേജിയൻ പ്ലെയർ ആയിട്ടുള്ള മാഗ്നസ് കാൾസൺ ആണ് ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിൽ മാഗ്നസ് കാൾസൺ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഹിക്കാരു നക്കാമുറ. അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഹിക്കാരു നക്കാമുറ. അതേപോലെ നോർവീജിയൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ ആണ് ഹിക്കാരു നക്കാമുറയെ ഈ ഒരു മത്സരത്തിൽ, ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം 2025 എവിടെയാണ് നടന്നത്? പാരീസ്, ഫ്രാൻസ്. ഫ്രാൻസിലെ പാരീസിലാണ് ഈ പ്രാവശ്യത്തെ 2025 ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാം നടന്നിട്ടുള്ളത്. 2025 ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിൽ ഇന്ത്യയിൽ നിന്ന് 5ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? അരുൺ എറുഗൈസി. ഇന്ത്യയിലെ പ്രൊഫഷണൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള അരുൺ എറുഗൈസിയാണ് 2025 ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ 5ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അതായത് ഫ്രീ സ്റ്റൈൽ ചെസ് ഗ്രാൻഡ് സ്ലാമിൽ 5ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് മാഗ്നസ് കാൾസൺ. 2ാം സ്ഥാനത്താണ് ഹിക്കാരു നക്കാമുറ. നടന്നിട്ടുള്ളത് ഫ്രാൻസിലെ പാരീസിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഷിഫ്റ്റിംഗ് ചീറ്റാസ് ഫ്രം കുനോ പാർക്ക് ടു ഗാന്ധി സാഗർ. കുനോ പാർക്കിൽ നിന്ന് ചീറ്റകളെ ഗാന്ധി സാഗറിലേക്ക് മാറ്റുന്നു. കുനോ നാഷണൽ പാർക്ക് ഇതെവിടെയാണ്? അതുപോലെ തന്നെ ഗാന്ധി സാഗർ എന്ന പാർക്കും ഇത് ഏത് സംസ്ഥാനത്താണ്? ഈ ഒരു നീക്കത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്ന
സംഘടന ഏതാണ്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് കുനോ നാഷണൽ പാർക്കിലെ ചില ചീറ്റകളെ ഏത് വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റും? ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം. ഇപ്പോൾ ചീറ്റ പ്രൊജക്ട് നമുക്കറിയാം 2023 ആരംഭിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ചീറ്റ പ്രൊജക്ട്. സൗത്ത് ആഫ്രിക്ക, നമീബിയ എന്നിവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ച ഒരു പ്രൊജക്റ്റ് ആണ് ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഗാന്ധിസാഗറിലേക്കാണ് ഇപ്പോൾ കുനോ നാഷണൽ പാർക്കിൽ നിന്ന് കുറച്ച് ചീറ്റകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. ഒന്ന് കുനോ നാഷണൽ പാർക്കും മറ്റൊന്ന് ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും. ഏതാണ്ട് ഒരേ ലെവലിൽ തന്നെ പറയുന്ന 2 പ്രധാനപ്പെട്ട മധ്യപ്രദേശിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. വന്യജീവി സങ്കേതമാണ് ഗാന്ധിസാഗറും കുനോ നാഷണൽ പാർക്കും. കുനോ നാഷണൽ പാർക്കിലാണ് ആദ്യമായിട്ട് ചീറ്റകളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ്ട് 1950 ഇന്ത്യയിൽ ചീറ്റകൾ ഇല്ലാതായിട്ടുള്ളത്. അതിനുശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് 2023 സെപ്റ്റംബറിലാണ് ഈ ഒരു ചീറ്റകൾ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം ഏതാണ്? 2023 മെയ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി ഇത് രൂപീകരിച്ചിട്ടുള്ളത്. 2023 മെയ്യിലാണ് ഈ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. 2023 സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ ചീറ്റപ്പുലികൾ എത്തിയത് മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ശ്രേയാസ് അയ്യർ നെയിംഡ് ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് മാർച്ച് 25. ശ്രേയാസ് അയ്യർ ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 15 ICC പുരുഷ പ്ലെയർ ഓഫ് ദി മന്ത് ആയി ആരെയാണ് പ്രഖ്യാപിച്ചത്? ശ്രേയസ് അയ്യർ, ഇന്ത്യയിലെ ശ്രേയസ് അയ്യർ ആണ് ICC പ്ലെയർ ഓഫ് ദി മന്ത്. മാർച്ചിൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ വളരെയധികം തിളങ്ങി നിന്നിട്ടുള്ള വ്യക്തിയാണ് ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യർ ആണ് മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത്. 2025 ഏപ്രിൽ 15 ICC വനിതാ പ്ലെയർ ഓഫ് ദി മന്ത് ആയി ആരെയാണ് പ്രഖ്യാപിച്ചത്? ഓസ്ട്രേലിയൻ ബാറ്റർ ജോർജിയ വോൾ ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ബാറ്റർ ആണ്. പവർഫുൾ ആയിട്ടുള്ള ബാറ്റർ ആണ് ജോർജിയ വോൾ. മാർച്ച് മാസത്തിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് 1 പുരുഷന്മാരിലാണെങ്കിൽ ശ്രേയസ് അയ്യർ, വനിതകളിലാണെങ്കിൽ ജോർജിയ വോൾ. സ്പോർട്സായി ബന്ധപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്: മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലിഞ്ചസ് ഇന്ത്യ സൂപ്പർ ലീഗ് 2024-25. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 കിരീടം നേടി. കഴിഞ്ഞ ശനിയാഴ്ച നടന്നിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനൽ മത്സരം. ഇതിലാണ് മോഹൻ ബഗാൻ ജയിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? മോഹൻ ബഗാൻ. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു മോഹൻ ബഗാനിന് ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് ISL കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? ബാംഗ്ലൂരു FC ആണ് 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീമിൽ റണ്ണേഴ്സപ്പ് ആയിട്ടുള്ളത്. 2-1 മോഹൻ ബഗാൻ വിജയിച്ചിട്ടുള്ളത്. മോഹൻ ബഗാനും ബാംഗ്ലൂരു FCയും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 ഫൈനൽ മത്സരം ഏപ്രിൽ 12 ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? വിവേകാനന്ദ യൂബ ഭാരതി ക്രിരംഗൻ സ്റ്റേഡിയം, കൊൽക്കട്ടയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ആണ് വിവേകാനന്ദ യൂബ ഭാരതി ക്രിരംഗം സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് ISL അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം ബാംഗ്ലൂർ FCയും മോഹൻ ബഗാൻ തമ്മിൽ നടന്നിട്ടുള്ളത്. ഈ മത്സരത്തിലാണ് മോഹൻ ബഗാൻ വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പുകൾ നേടിയ ടീം ഏതാണ്? ATK ഫുട്ബോൾ ക്ലബ്. ATK ഫുട്ബോൾ ക്ലബ് 3 പ്രാവശ്യമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മോഹൻ ബഗാൻ ടീം ആണെങ്കിൽ 2 പ്രാവശ്യം. മോഹൻ ബഗാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കരസ്ഥമാക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്: ബീഹാർ ടു ഹോസ്റ്റ് വിമൻസ് കബഡി വേൾഡ് കപ്പ് 2025 ഇൻ രാജ്ഗീർ ഫ്രം June 1 to 10. ജൂൺ 1 മുതൽ 10 വരെ രാജ്ഗീറിൽ നടക്കുന്ന 2025 വനിതാ കബഡി ലോകകപ്പിന് ബീഹാർ ആതിഥ്യം വഹിക്കും. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വനിതാ കബഡി ലോകകപ്പ് 2025 ജൂൺ 1 മുതൽ ജൂൺ 10 വരെ എവിടെയാണ് നടക്കുക?
രാജ്ഗീർ, ബീഹാർ. ബീഹാറിലെ രാജ്ഗീറിലാണ് ഇപ്പോൾ വനിതാ കബഡി ലോകകപ്പ് നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സ്റ്റേഡിയത്തിൽ വനിതാ കബഡി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ബീഹാറിലെ രാജ്ഗീർ ഈ വരുന്ന ജൂൺ 1 മുതൽ 10 വരെയാണ് വിമൻസ് കബഡി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. വനിതാ കബഡി ലോകകപ്പ് 2025 എത്ര ടീമുകൾ പങ്കെടുക്കും? 14 ഇന്റർനാഷണൽ ടീം പങ്കെടുക്കുന്ന ഒരു വലിയൊരു കോമ്പറ്റീഷൻ ആണ് വരാൻ പോകുന്ന ജൂൺ 1 മുതൽ 10 വരെ. ഇത് ബീഹാറിലെ രാജ്ഗീർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. 2025 മാർച്ചിൽ ടെഹ്റാനിൽ നടന്ന ഏഷ്യൻ വനിതാ കബഡി ലോകകപ്പ് നേടിയ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ കബഡി ടീം. ഈ കഴിഞ്ഞ മാർച്ചിൽ നടന്നിട്ടുള്ള ഏഷ്യൻ വിമൻസ് കബഡി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം ആണ് വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ടീമിലും ഇന്ത്യൻ ടീം ആണ് വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ കബഡി ടീം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കബഡി ടീം ആണ് ഇന്ത്യക്കുള്ളത്. അത് പുരുഷന്മാരിലും അതുപോലെ തന്നെ വനിതകളിലും. ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. പുരുഷന്മാരിലും വനിതകളിലും സെയിം ഇംഗ്ലണ്ട് ടീം തന്നെയായിരുന്നു. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. 19 കറണ്ട് അഫേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് GK ആണെന്ന് ഇവിടെ കറണ്ട് അഫേഴ്സ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.